Hello everyone. So ഇന്ന് നമ്മൾ CUETയുടെ UG പ്ലസ് ലൈവ് സീരീസിലെ മൂന്നാമത്തെ സെഷനിലാണുള്ളത്. സോ നമുക്ക് ഇന്നും ഫിസിക്സിലെ വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും രണ്ട് സെഷനിലായിട്ട് നമ്മൾ ഒരു 50-ലധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുമ്പ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. So, the question, 10 milligram of a radioactive substance of life period 2 years is kept for 4 years. How much of the substance remain unchanged? So, the question is, നമ്മുടെ കയ്യിൽ ഒരു 10 milligram substance ഉണ്ട്. സോ ഇതിൻ്റെ റേഡിയോ ആക്റ്റീവിനെ നമ്മൾ ഇതിൻ്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 2 ഇയർ ആണ്. ഓക്കെ, എത്ര ഇയറിനാണ് നമ്മൾ വെച്ചത്? 4 ഇയറിനാണ് നമ്മൾ വെച്ചത്. സോ നമുക്കറിയാം ഒരു 10 മില്ലിഗ്രാം ഒരു ഒബ്ജക്റ്റ് നമ്മൾ T½ സമയം വെച്ച് കഴിഞ്ഞാൽ, അതായത് T½ നമ്മൾ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ പകുതി അപ്പം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സോ നമ്മളെ കയ്യിലുള്ള ഒബ്ജക്റ്റ് x ആണെന്ന് വിചാരിക്കുക, അത് x/2 ആവാൻ എടുക്കുന്ന സമയമാണ് T½ എന്ന് പറയുന്നത്. സോ ഒരു T½ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ x/2 x/4 ആവും, റൈറ്റ്? എന്ന് പറഞ്ഞാൽ രണ്ട് T½ പോയി കഴിഞ്ഞാൽ ഉള്ള സബ്ജക്റ്റിൻ്റെ 1/4 ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. സോ ഇവിടെ 2 ഇയർ ആണ് അതിൻ്റെ T½ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി 4 ഇയർ എന്ന് പറയുന്നത് രണ്ട് T½ പോയി. സോ ആദ്യത്തെ T½ ആദ്യത്തെ 2 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മില്ലിഗ്രാം 5 മില്ലിഗ്രാം ആവും. ഒരു 2 ഇയർ കൂടെ പോയി കഴിഞ്ഞാൽ 5 മില്ലിഗ്രാം 2.5 മില്ലിഗ്രാം ആവും. സോ ദ ആൻസർ വിൽ ബി 2.5. ഇങ്ങനെ നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഓർത്തിരുന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ബട്ട് സെയിം, ഇറ്റ് വിൽ എൻഡ് അപ്പ് വിത്ത് ദ സെയിം ആൻസർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് ഓഫ് ഹെവി എലമെൻറ്റ്സ് വിൽ ഗിവ് bismuth 209 as a stable nucleus? ഓക്കെ, സോ പ്രധാനപ്പെട്ടും ഈ 4 സീരീസുകളാണ്, ഡിസിൻറ്റഗ്രേഷൻ സീരീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ തോറിയം സീരീസ് എന്ന് പറയുന്നത് എൻ്റെ ചെയ്യുന്നത് ലെഡിലായിരിക്കും, നെപ്റ്റ്യൂണിയം സീരീസ് എന്ന് പറയുന്നത് ബിസ്മത്തിലായിരിക്കും, ആൻഡ് യുറാനിയം സീരീസ് ആൻഡ് ലെഡിൽ, അതേപോലെ ആക്ടീനിയം സീരീസും ലെഡിലാണ്. സോ ഇതിൽ ബിസ്മത്ത് സീരീസിൽ എൻഡ് ചെയ്യുന്നത്, അതായത് സ്റ്റേബിളായ ന്യൂക്ലിയസ് ആയി ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് നെപ്റ്റ്യൂണിയം സീരീസ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇതിൻ്റെ സീരീസിൻ്റെ എത്രമാത്രം ആൽഫ ഇൻക്ലൂഡഡ് ആണ്, എത്രമാത്രം ബീറ്റ ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. ദ റേഷ്യോ ഓഫ് ദ സൈസ് ഓഫ് 208 into lead ആൻഡ് മെഗ്നീഷ്യം ന്യൂക്ലിയസ് അപ്രോക്സിമേറ്റ്ലി. സോ നമ്മളിതിൻ്റെ സൈസിൻ്റെ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസിൻ്റെ റേഷ്യോ കണ്ടാൽ മതി. സോ റേഡിയസും ഇതിൻ്റെ അറ്റോമിക് മാസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. R എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a to the power 1/3. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് R is equal to R0 a to the power 1/3, where R0 is 1.2 Fermi. ഓക്കെ, ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷനാണ്. സോ നമുക്കറിയാം ഒരു മെറ്റലിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് X എന്ന് പറയുന്ന ഒരു മെറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇത് അറ്റോമിക് നമ്പറും ഇത് അതിൻ്റെ അറ്റോമിക് മാസുമാണ്. സോ ഈ അറ്റോമിക് മാസ് ഇവിടെ ലെഡിൻ്റെ 208ഉം മെഗ്നീഷ്യത്തിൻ്റെ 26ഉമാണ്. സോ ഇതിൻ്റെ റേഷ്യോ ചോദിക്കുമ്പോൾ R1/R2 എന്ന് പറയുന്നത് A1/A2 ഹോൾ ടു ദ പവർ 1/3, റൈറ്റ്? സോ A1 എന്ന് പറയുന്നത് എത്രയാണ്? സോ ഒബ്വിയസ്ലി A1 എന്ന് പറയുന്നത് 208 ആണ്. സോ നമ്മൾ 208 കൊടുത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ മെഗ്നീഷ്യം നോക്കിക്കഴിഞ്ഞാൽ 26 ആണ്. ഓക്കെ, 26. സോ 1/3. 208/26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. സോ 8ൻ്റെ ക്യൂബ് റൂട്ട് ആണ് വരുന്നത്. 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2. ഓക്കെ, സോ ഓപ്ഷൻ A will be the right answer. I hope you have got it. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിലേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, we'll look at the next problem. What is the second nearest neighbor distance in a BCC crystal whose conventional unit cell parameter is A? സോ ബേസിക്കലി നമ്മൾ FCC, BCC അതേപോലെ തന്നെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചേഴ്സ് അത് നമ്മൾ ഓർത്തിരിക്കണം. അതിൻ്റെ നെയ്ബേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അതേപോലെ നെയ്ബേഴ്സ് സ്ട്രക്ചർ എത്രയാണെന്നുള്ളത് നമ്മളത് ആ സ്ട്രക്ചർ നമ്മളെ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ BCCൻ്റെ കേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഐ മീൻ എങ്ങനെയാണ് ആ സ്ട്രക്ചർ വരുന്നതെന്ന് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. സോ ഇതൊരു ക്യൂബിക് സ്ട്രക്ചർ ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ, സോറി, സോ ഇതാണ് ഒരു ക്യൂബിക് സ്ട്രക്ചർ. ഇതിൻ്റെ എല്ലാ പോർഷനിലും ഓക്കെ, ഇതിൻ്റെ എല്ലാ പോർഷനിലും എന്തുണ്ട്? ഓരോ ആറ്റം ഉണ്ട്. ഇതിൻ്റെ BCC സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോർണറിലും ഓരോ ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി
പ്ലസ് ഇതിൻ്റെ സെൻറ്ററിലും ഒരാൾ നിൽക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ BCC സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സെൻറ്ററിൽ നിൽക്കുന്ന ആറ്റത്തിനെ ഞാനിവിടെ പ്ലോട്ട് ചെയ്തു. സോ ഇതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയ നൈബേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന്, ഓക്കെ 1 സെക്കൻഡ്, സോ നിയറസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഈ 4 പേരുമാണ്. ഐ മീൻ ഈ ഇവിടെ മുകളിലുള്ള ഈ 4 പേരും അതേപോലെ തന്നെ താഴെയുള്ള 4 പേരും എന്ന് പറഞ്ഞാൽ 8 നെയ്ബേഴ്സ്, നിയറസ്റ്റ് നെയ്ബേഴ്സ് ആണ് ഇതിനുള്ളത്. അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഡയഗണലിൻ്റെ കാൽക്കുലേറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് A ആണെന്ന് വെക്കുക, ഇത് രണ്ടും പാരാമീറ്റർ A എന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2A ആയിരിക്കും. ആൻഡ് ഇത് A ആണ്, ഇത് √2A, ഇത് A ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ ലെങ്ത് എന്ന് പറയുന്നത് √3A ആയിരിക്കും. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √3A/2. സോ അതാണ് അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് നെയ്ബർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റ് സെല്ലിലെ 8 കോർണറിലിരിക്കുന്ന 8 ആറ്റംസും എന്താണ്, ഈ സെൻറ്ററിലുള്ള ഈ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് നെയ്ബറാണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ ആരാണെന്നുള്ളതാണ്. സോ സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ എന്തായാലും ആ ആറ്റത്തിലുള്ള ആളല്ല. പിന്നെ അടുത്തിരിക്കുന്ന യൂണിറ്റ് സെൽ ഏതാണോ ആ യൂണിറ്റ് സെല്ലിൻ്റെ ആയിരിക്കും. സോ ഞാൻ അടുത്തിരിക്കുന്ന യൂണിറ്റ് സെല്ലിനെ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, പ്ലോട്ട് ലൈക്ക് ദിസ്. സോ അടുത്തിരിക്കുന്ന യൂണിറ്റ് സെല്ലും ഇതേപോലെ ഒരു ക്യൂബിക് സ്ട്രക്ചറാണ്, റൈറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഇതിൻ്റെ ഈ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്, സോ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഈ പോയിന്റിലുള്ള ആളായിരിക്കും. അല്ല, ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേർഡ് നെയ്ബറാണ്. സോ പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഈ യൂണിറ്റ്സിൽ നമ്മൾ എടുത്തതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും ഒരാളുണ്ട്. അതാണ് ഇയാളുടെ സെക്കൻഡ് നെയ്ബർ, നിയറസ്റ്റ് നെയ്ബർ എന്ന് പറയുന്നത്. സോ ഇയാളുടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ A/2. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലുള്ള യൂണിറ്റ് സെല്ലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ A/2. സോ വിച്ച് മീൻസ് ഒരു BCC സ്ട്രക്ചറിലെ ഏറ്റവും സെൻറ്ററിലുള്ള ആറ്റം അടുത്ത അതിൻ്റെ സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ എന്ന് പറയുന്നത് അതിനെ തൊട്ടടുത്ത് നിൽക്കുന്ന യൂണിറ്റ് സെല്ലിലെ സെൻറ്ററിലുള്ള ആറ്റവുമായിട്ടായിരിക്കും. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ A ആണ്. സോ ആൻസർ വിൽ ബി A. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ടാവും? നമുക്ക് ഈ ആറ്റത്തിന് ഈ സൈഡിലോട്ട് A എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലോട്ടും ഉണ്ടാവും A, ഇതിലേക്കും. സോ 4 സൈഡിലോട്ടും ആരുണ്ടാവും? ഈ BCC സ്ട്രക്ചറിൻ്റെ സെൻട്രൽ ഒരാളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പർ മുകളിലോട്ടും ആളുണ്ട്, താഴോട്ടും ആളുണ്ട്. അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 6. I think it's if I remember it's correctly, സെക്കൻഡ് നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആദ്യം ഇതിനെ വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് ആ നമ്പറുകൾ കാണാതെ പഠിച്ചിരിക്കുക. FCC സ്ട്രക്ചറിനും BCC സ്ട്രക്ചറിനും സിമ്പിൾ ക്യൂബിക്കിനും അതേപോലെ തന്നെ HCPക്കും നമ്മളത് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. ഏറ്റവും നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ എണ്ണം, അതിൻ്റെ ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ സെക്കൻഡ് നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ എണ്ണം, അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസും നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ആലോചിക്കേണ്ട മെത്തേഡ്. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I think. Okay, in a simple cubic lattice D100, D110, D11 is. So ഒരു സിമ്പിൾ ക്യൂബിക്കിൻ്റെ D എന്ന് പറയുന്നത് ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് ആണ്, നമുക്കറിയാം. സോ സിമ്പിൾ ക്യൂബിക്കിൻ്റെ ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് A/√(h² + k² + L², where h, k, L is called Miller indices, right? നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. സോ ഒന്നാമത്തെ കേസിൽ D100 എന്ന് പറയുന്നത് നമുക്കറിയാം. D100 എന്ന് പറയുമ്പോൾ അതിലുള്ള ആളെന്ന് പറയുന്നത് A/√(1² + 0² + 0², റൈറ്റ്? സോ A എന്ന് വരും. D110 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1² + 1², സോ A√2, റൈറ്റ്? A/√2 എന്ന് വരും. D111 എന്ന് പറയുമ്പോൾ എന്ത് വരും? A/√3, സോ A/√3 വിൽ ബി. സോ ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? D100, ഓക്കെ, D100 ഈസ് ടു D110 is to D11 is equal to A is to A/√2, A/√3. സോ A നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മൾ സാധാരണ ഇതിൻ്റെ റേഷ്യോ നമ്മൾ കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ആളെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ അങ്ങനെ കൊടുത്താൽ √2 × √3 √6 ആണ്. സോ √6 ഇൻറ്റു നമ്മളിവിടെ കൊടുക്കുമ്പോൾ √6ഉം √2ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ √3 then √2. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ ഓപ്ഷൻ C വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുന്ന ആളാണ്. D എന്ന് പറഞ്ഞാൽ ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ്. HKLനെയാണ് നമ്മൾ മില്ലർ ഇൻഡിസസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, then we will move to the next question. Okay, yeah, if the angle between the direction of incident X-ray and
diffracted one is 16 degree. The angle of incidence, glancing angle ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. തന്നിരിക്കുന്ന ഒന്ന് ഇൻസൈഡ് ചെയ്യുന്ന ആംഗിളും അത് റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 16 ഡിഗ്രിയാണ്. സോ നമുക്കൊരു റിഫ്ലക്ഷൻ പ്രോസസ്സിൽ നമുക്കറിയാം, റിഫ്ലക്ഷൻ പ്രോസസ്സിൽ ഇത് 16 ഡിഗ്രി ആണെങ്കിൽ ഇത് 8 ഡിഗ്രിയും ഇത് 8 ഡിഗ്രിയും ആയിരിക്കും, റൈറ്റ്? ഇഫ് ദിസ് ഇസ് ദ നോർമൽ. ഇനി ഗ്ലാൻസിങ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഗ്ലാൻസിങ് ആംഗിൾ എന്ന് വിളിക്കാറുള്ളത്. സോ ഇത് ടോട്ടൽ 90 ആണ്. സോ ഈ 90ൽ 8 ഡിഗ്രി പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിമൈനിങ് 90 minus 8, right? 82 degree. 90 minus 8 will come, which is 82 degree. Okay, so option D will be the right answer. So നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ ഗ്ലാൻസിങ് ആംഗിൾ എന്ന് വിളിക്കാറുള്ളത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, if one second, let me take the pen. If K is a wave vector of incident X-ray and G be the reciprocal lattice vector, then the condition for the Bragg reflection is given by. So Bragg reflection എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2D sin theta is equal to n lambda. അതാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് 2k ഡോട്ട് ജെ എന്ന് പറയുന്നത് പ്ലസ് ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള വെക്ടർ ഫോം. നമ്മൾ ഇവാൾ സ്ഫിയർ കൺസിഡർ ചെയ്തിട്ട് നമ്മളതിൻ്റെ റേഡിയസ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഇതിൻ്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ബ്രാഗ്സ് റിഫ്ലക്ഷൻ്റെ വെക്ടർ ഫോം എന്ന് വിളിക്കുന്നത്. സോ നമ്മളിതിനെ ഈ ജീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മൈനസ് ജി എന്ന് പറയുന്നത് ജി തന്നെയാണ്. ഓക്കെ, ഈ വെക്ടർ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് ദാറ്റ്. സോ 2k ഡോട്ട് ജി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ജി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി കറസ്പോണ്ടിങ് ടു എ ബ്രാഗ് റിഫ്ലക്ഷൻ ഇക്വേഷൻ. സോ ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്ന സിമ്പിൾ ബേസിക് ഇക്വേഷൻ ആണ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. The temperature dependence of the electrical resistivity of the metal according to the classical free electron theory. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. റോയും റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും ലീനിയർ റിലേഷൻ ആണ്, വിച്ച് ഇസ് റൂട്ട് റോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. The Fermi level of an intrinsic semiconductor is pinned at the center of the band gap. The probability of occupation of the highest electron state in valence band at room temperature will be. So ഒരു റൂം ടെമ്പറേച്ചറിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നിൽക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് വിളിക്കാറുള്ളത്. ഒരു ഫെർമി ലെവലിലെ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതിൻ്റെ ഇക്വേഷൻ 1/1 plus e to the power e minus ef okay by kBt, റൈറ്റ്? സോ ഇത് നമുക്കറിയുന്ന ഇക്വേഷൻ ആണ്. ഇതിൽ ഫെർമി ലെവൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക ഫെർമി ലെവലായിരിക്കും ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. Means that E is equal to EF. kBt എന്ന് പറഞ്ഞാൽ kB എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T is the temperature in Kelvin. So E equal to E minus F E is equal to EF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ what will happen? 1/1 plus e to the power E minus EF എന്ന് പറഞ്ഞാൽ 0, right? So e to the power 0 എന്ന് വരും. So e to the power 0 എത്രയാണ്? 1 ആണ്. So 1 plus 1, which is 1/2. So half option C will be the right answer. Okay, I hope you have got it. We'll look at the next problem. The form factor of a half wave rectifier is. സോ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു RMS വാല്യൂവിനെ ആവറേജ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കലി ഫോം ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് കറണ്ടിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് I/π ആയിരിക്കും. സോ ടോട്ടൽ റീജിയൻ പൈ ആണല്ലോ. സോ IRMS എന്ന് പറയുന്നത് നമുക്ക് RMSൻ്റെ വാല്യൂ ഇക്വേഷനോട് ഉപയോഗിച്ച് IRMSൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി I0/2. സോ നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഫോം ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IRMS ബൈ I ആവറേജിനെയാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ I0/2 ബൈ I/π, I0/π. സോ ഐയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി π/2. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മളത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കണം. ഫുൾ വേവ് റെക്ടിഫയറിനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ I ആവറേജ് ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ I ആവറേജ് വരെ എത്രയാണ്? I0/2π ആയിരിക്കും. ഒബ്വിയസ്ലി അത് ടോട്ടൽ റീജിയൻ 2π ആണല്ലോ. സോ അതേപോലെ തന്നെ അതിൻ്റെ IRMS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I0/√2 ആണ് കിട്ടുക. സോ നമ്മൾ ഫോം ഫാക്ടർ നമ്മളൊരു ഫുൾ വേവ് റെക്ടിഫയറിനാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഫോം ഫാക്ടർ എന്താ വരിക? I0/2π കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ I0/√2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയില്ലേ? സോ ഓക്കെ, 1 സെക്കൻഡ്.
സോ I0 by root 2 by I0 by 2 pi, റൈറ്റ്? സോ അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയും ഫോം ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ്സ് ഹാസ് എക്സാക്ട് ഇൻവേഴ്സ് ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ്? സോ ഓർ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ് കിട്ടുക? ഓർ ഗേറ്റിനെ നോർ ആക്കിയാൽ മതി. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെയും ഓപ്പോസിറ്റ് എടുക്കാനുള്ളതാണ്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ഗേറ്റേ അല്ല, അതിൻ്റെ മെത്തേഡ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ A+B ആണ്, ഇത് A into B ആണ്. നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് നാൻഡ് എന്ന് വിളിക്കുന്നത്. സോ നോർ ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് ദ നെക്സ്റ്റ് പ്രോബ്ലം. ദ ഡെസിമൽ ഈക്വലൻ്റ് ഓഫ് ഹെക്സാഡെസിമൽ E5 ഈസ്. സോ ഇതൊരു ഹെക്സാഡെസിമലിലാണ് ആളുള്ളത്. ഓക്കെ, സോ ഹെക്സാഡെസിമലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ 1 to 9 ഓൾറെഡി ഉണ്ട്. 1 2 3 4 5 6 7 8 9. പിന്നെ 10ന് പകരം ആരാണുള്ളത്? A ആണ്. 11ന് പകരമാണ് B, 12ന് പകരം C, 13ന് പകരം D, 14ന് പകരം E ആൻഡ് 15ന് പകരം F, റൈറ്റ്? സോ ഇതാണ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. ഇതിൽ E5 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ E5 എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക? സോ ഇതിൻ്റെ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ആകുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. സോ E into 16 to the power 1 plus 5 into 16 to the power 0. സോ ഇതാണ് ഇതിൻ്റെ റൈറ്റ് വേ ടു ഡു ഇറ്റ്, റൈറ്റ്? സോ E എന്ന് പറയുന്നത് എത്ര വാല്യൂ വരിക? E 14 ആണ്. സോ 14 into 16 പ്ലസ് 5 into 1, റൈറ്റ്? 16 to the power 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 16 to the power 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 5, റൈറ്റ്? സോ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോ ഇറ്റ് വിൽ ബി 229. ഓക്കെ, സോ ആൻസർ വിൽ ബി 229. ഐ ഹോപ്പ് യു ഹവ് ഗോട്ട് ഇറ്റ്. സോ ഇങ്ങനെയാണ് നമ്മളിത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമ്മളിത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് എ റൈറ്റ് ആൻസർ. ഓക്കെ, okay, we move to the next question. In case of a wave function psi is equal to e to the power I kr by r, the probability current density is. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമുക്കൊരു വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമ്മളതിൻ്റെ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ കണ്ടാൽ അറിയാം, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആർ ആണ്. സോ മീൻസ് ദാറ്റ് നമ്മൾ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയിൽ നമ്മൾ വാല്യൂ കാണുമ്പോൾ പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ ഉപയോഗിക്കണം. സോ നമുക്ക് തന്നിരിക്കുന്ന സൈ നമ്മൾ ആദ്യം എടുക്കാം. സൈ എന്ന് പറയുന്നത് e to the power I kr by r, റൈറ്റ്? സോ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്തായിരിക്കും വരിക? നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. e raised to minus I kr by r. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ J എന്ന് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഇക്വേഷൻ h cut by 2mi psi star into the gradient of psi minus psi into gradient of psi star, right? So ഇതാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള ഓരോ ആൾക്കാരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് കാണാം. സോ ഗ്രേഡിയൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിലായതുകൊണ്ട് പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഗ്രേഡിയൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ആർ ആർ ക്യാപ് ബൈ 1 by r ഡോ ബൈ ഡോ തീറ്റ തീറ്റ ക്യാപ് പ്ലസ് 1 by r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ഫൈ ക്യാപ്. ഇതാണ് ഗ്രേഡിയൻറ്റിൻ്റെ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷൻ. ഇതിൽ നമുക്കറിയാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആറിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു ടേം മാത്രമേ നമുക്കുള്ളൂ. സോ നമ്മൾ ഗ്രേഡിയൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? സോ ഡോ സൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ആർ ഓഫ് ദ ഗിവൺ വെക്ടർ വിച്ച് ഇസ് e raised to I kr by r, റൈറ്റ്? നമ്മൾ ഗ്രേഡിയൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് നമ്മൾ ആദ്യം e raised to I kr ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ e raised to I kr നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 by r നമ്മൾ അതേപോലെ അവിടെ വെക്കുക. e raised to I kr നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? e raised to I kr എന്ന് പറയുന്നത് e raised to I kr തന്നെയാണ്. ഓക്കെ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. എന്നിട്ട് അതിൻ്റെ ഇതിനെ e raised to I kr ഈ I kr നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഇനി ഒരു ഇൻ ടു I k വരും, റൈറ്റ്? ഇനി e raised to I kr നമ്മൾ ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ അതിനെ അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഇനി r ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e raised to I kr by 1 by r സ്ക്വയർ എന്ന് വരും. 1 by r ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ മൈനസ് 1 by r സ്ക്വയർ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെൽ സൈ എന്ന് പറയുന്നത്. നമുക്കിതിൽ e raised to I kr പുറത്തെടുക്കാം. സോ 1 by r I k into 1 by r minus 1 by r സ്ക്വയർ. പുറത്ത് ആര് വരും? e raised to I kr. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ ഇതാണ് ഡെൽ സൈ എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ
do it for the conjugate thing. So e raised to minus ikr ആണ് വരുന്നത് അല്ലേ. സോ e raised to minus ikr വരുമ്പോൾ ഒന്നാമത്തെ ടേം മൈനസ് ik ബൈ ആർ എന്ന് വരും, രണ്ടാമത്തെ ടേം അത് തന്നെ ആയിരിക്കും. സോ 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു e raised to മൈനസ് ikr എന്ന് വരും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെൽ സൈ ആൻഡ് ഗ്രേഡിയൻറ്റ് ഓഫ് സൈ ആൻഡ് ഗ്രേഡിയൻറ്റ് ഓഫ് ദ കോൺജുഗേറ്റ് ഓഫ് സൈ. ഇനി നമുക്ക് ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ h cut ബൈ 2mi ഞാൻ അതേപോലെ എഴുതി. ഓക്കെ, ഇനി സൈ സ്റ്റാർ എന്ന് പറയുന്നത് e raised to ikr ബൈ ആർ ആണ്. ഫൈൻ, നമ്മുടെ കയ്യിൽ ഡെൽ സൈ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? e raised to ik ബൈ ആർ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു e raised to ikr. ഓക്കെ, മൈനസ് നമ്മളെ കയ്യിൽ സൈ ഉണ്ട്. സൈ എത്രയാണ്? e raised to ikr. e raised to ikr നമ്മൾ കൊടുത്തു ബൈ ആർ. സോ e raised to ikr ബൈ ആർ കൊടുത്തു ഇൻറ്റു എന്ത് വരണം? നമ്മളെ ഗ്രേഡിയൻറ്റ് വരണ്ടേ. സോ ഗ്രേഡിയൻറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗ്രേഡിയൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഒരു ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, നമുക്കതിനെ പോസിറ്റീവ് ആക്കാം. ഫൈൻ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ik ബൈ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു e raised to മൈനസ് ikr. സോ ഇതാണ് വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാൻ ഈസിലി സീ ദാറ്റ് ഇത് e raised to മൈനസ് ikr-ഉം e raised to ikr-ഉം കട്ട് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കട്ട് ചെയ്ത് പോകും. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ്? h cut ബൈ 2mi, റൈറ്റ്. ഇനി ഇവിടെ ഉള്ളത് ഈ 1 ബൈ ആർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ik ബൈ ആർ സ്ക്വയർ ബൈ 1 ബൈ ആർ ക്യൂബ്, റൈറ്റ്, പ്ലസ് പിന്നെന്താ ഉള്ളത്? ik ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ക്യൂബ്. സോ ഈ ആർ ക്യൂബും ക്യാൻസൽ ചെയ്ത് പോയി. സോ 2 ik ആർ സ്ക്വയർ എന്ന് കിട്ടി. സോ h cut ബൈ 2mi ഇൻറ്റു ik ബൈ ആർ സ്ക്വയർ, 2 ik ബൈ ആർ സ്ക്വയർ ആണ് കിട്ടുക. സോ 2 2 ക്യാൻസൽ ചെയ്ത് പോയി, ഐയും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, സോറി, ഐയും ക്യാൻസൽ ചെയ്ത് പോയി. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ്? h cut ബൈ 2, h cut ഇൻറ്റു k ആണ് മുകളിൽ ബാക്കിയുള്ളത്, താഴെ mr സ്ക്വയർ. സോ h cut k ബൈ mr സ്ക്വയർ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതിൽ ഗ്രേഡിയൻറ്റിൻ്റെ ഈക്വേഷൻ നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. അതിൽ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ആറ് മാത്രമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ആറിൻ്റെ ഈക്വേഷൻ മാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഗ്രേഡിയൻറ്റ് നമ്മൾ എടുക്കുക, കോൺജുഗേറ്റ് എടുത്ത് അതിൻ്റെ ഗ്രേഡിയൻറ്റ് എടുക്കുക, അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ നമ്മളുടെ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ വേവ് ഫംഗ്ഷൻ psi of x is equal to e to the power modulus of minus x, okay, in one dimension. The probability that it will be found in the region modulus of x less than a. So if modulus of x less than or equal to a എന്ന് പറയുന്നത്, ഇതിന് ആദ്യം നമ്മൾ അതിൻ്റെ ഇലാബറേറ്റഡ് വേർഷൻ എഴുതാം. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് വിൽ ബി ലൈക്ക് മൈനസ് എൻ്റെയും എയുടെയും ഇടയിലായിരിക്കണം, റൈറ്റ്. സോ ഇതാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇ റൈസ് ടു മോഡുലസ് ഓഫ് എക്സ്, ഈ ഫംഗ്ഷനെ നമ്മൾ ഇതിൻ്റെ ഫോം മാറ്റി എഴുതണം. സോ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഓഫ് മോഡുലസ് എക്സ് ആണ് തന്നിട്ടുള്ളത്. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സും, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സും ആണ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ ആ എക്സാക്ട് സെയിം തിങ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ റീഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ്, നമ്മളിവിടെ മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അത് ഇ ടു ദ പവർ എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇ ടു ദ പവർ മൈനസ് എക്സ് ആയിരിക്കും. സോ നമ്മുടെ സൈ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കതിനെ ഇങ്ങനെ റീഡ് ചെയ്യാം. സോ ഇനി ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. സോ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ലൈക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മളുടെ കേസിൽ ഇൻഫിനിറ്റി മുതൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ആരില്ല, നമ്മളുടെ ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ എടുക്കേണ്ട മൈനസ് എ ടു എ എടുത്താൽ മതി. സോ മൈനസ് എ ടു പ്ലസ് എ എടുത്താൽ മതി. സോ അതിൽ തന്നെ നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് പീസ് വൈസ് ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് 0 മൈനസിനും 0ക്കും ഇടയിലാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ. എക്സ് എന്ന് പറയുന്നത് എക്സിനും 0ക്കും എക്കും ഇടയിലാണെങ്കിൽ ഇ ടു ദ പവർ മൈനസ് എക്സ് ആണ്. സോ നമുക്ക് ഈ ഇൻ്റഗ്രലും നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി ചെയ്യണം. സോ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് മൈനസ് എ ടു എ,
അതിലെന്താണ് മൈനസ് എ ടു എ എന്ന് പറയുന്നത് ആരാണ്? മൈനസ് എ ടു 0. ഓക്കെ, മൈനസ് എ ടു 0 അതിലാരാണ്? ഇ ടു ദ പവർ എക്സ് ആണ്. ഇ ടു ദ പവർ എക്സ് കൊടുത്തു. ഇ ടു ദ പവർ എക്സ് ഇൻ ടു അതിൻ്റെ സൈ സ്റ്റാർ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ അല്ല, സോ ഇ ടു ദ പവർ എക്സ് അഗെയിൻ, സോ ഇ ടു ദ പവർ 2x dx എന്ന് എഴുതാം. ഓക്കെ, ഫൈൻ. സോ അടുത്തത് എന്താണ്? നമ്മളിതിനെ അടുത്ത കമ്പോണൻറ്റ് കൊടുക്കണം. സോ 0 to e അതാരാണ്? ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. സോ ഇ ടു ദ പവർ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ടു ദ പവർ മൈനസ് 2x, റൈറ്റ്? ഓക്കെ, സോ ഇ ടു ദ പവർ മൈനസ് 2x എന്ന് വരും. ഓക്കെ, സോ മൈനസ് 2x dx. ഇനി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ്? ഇ റേസ് ടു 2x തന്നെ കിട്ടും, ബൈ 2 ഉണ്ടാവും, റൈറ്റ്? അതിൻ്റെ ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 മൈനസ് എ ടു 0 പ്ലസ് അതേപോലെ തന്നെ ഇവിടെ ഇ റേസ് ടു മൈനസ് 2x ഉണ്ടാവും, അടിയിൽ ആരും ഒരു മൈനസ് 2 എന്ന് വരും. സോ നമ്മളിവിടെ അതേപോലെ തന്നെ 0 to e എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇ റേസ് ടു 0 എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇ റേസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ 1 ആണ് വരിക. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1/2 മൈനസ്. ഇനി ഇ റേസ് ടു മൈനസ് എ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഇ റേസ് ടു മൈനസ് 2a/2 വിൽ കം, റൈറ്റ്? ഇനി നമുക്ക് രണ്ടാമത്തെ ആൾ നോക്കാം. നമ്മൾ ആദ്യം എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് 2a/-2, റൈറ്റ്? ഇനി രണ്ടാമത്തെ നമ്മൾ 0നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് 2, 1 മൈനസ് 2. ഓക്കെ, ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളിതിൻ്റെ ഈ മൈനസും പോയി കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പ്ലസ് ആവും, റൈറ്റ്? സോ 1/2 പ്ലസ് 1/2 അത് 1 എന്ന് വരും. ഇ റേസ് ടു മൈനസ് 2a ഇവിടെ ഓക്കെ, ഈ ഇ റേസ് ടു മൈനസ് 2a എന്ന് പറയുന്നതും ഇ റേസ് ടു മൈനസ് 2 എന്ന് പറയുന്നത് സെയിം സൈൻ ആണ്, രണ്ടും മൈനസ് ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? അതും ഇ റേസ് ടു മൈനസ് 2a/2 പ്ലസ് ഇ റേസ് ടു മൈനസ് 2a/2 എന്ന് പറയുന്നത് ഹാഫും കൂട്ടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 1 ആണ്. സോ ഇ റേസ് ടു മൈനസ് 2a എന്ന് വരും. സോ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2a വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ ഈ പ്രോബബിലിറ്റി കാണാനുള്ള ഈ ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഓരോ സമയം ഓരോ പോലെ ആയിരിക്കും. ഇവിടെ ഫംഗ്ഷൻ രണ്ടും സെയിം ആവാനുള്ള കാരണം ഇതൊരു റിയൽ ഫംഗ്ഷൻ ആണ്. ഇതിൽ കോംപ്ലക്സ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. ഒബ്വിയസ്ലി ആ കോൺജുഗേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകും ഒബ്വിയസ്ലി. സോ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ കോൺജുഗേറ്റ് പാർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിന് മോഡുലസ് എക്സ് ഫംഗ്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന് ഏതൊരു ഫംഗ്ഷനെയും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെ പരമാവധി സിംപ്ലസ്റ്റ് ഫോമിലാക്കി പീസ് വൈസ് ആക്കി ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. We can move to the next question. 2's complement decimal of the binary number 10001. So നമ്മൾ ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 2's കോംപ്ലിമെൻ്റ് എടുക്കുക, ആദ്യം നമ്മൾ 1's കോംപ്ലിമെൻ്റ് എടുക്കണം. 1's കോംപ്ലിമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 1 ഉള്ള ഭാഗത്തൊക്കെ 0 കൊടുക്കുക, 0 ഉള്ള ഭാഗത്തൊക്കെ 1 കൊടുക്കുക. സോ ഇവിടെ 0 എന്ന് വരും. 0 1 1 1 1 1 0. സോ ഇതാണ് 1's കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. 1's കോംപ്ലിമെൻ്റ് നമുക്ക് എഴുതാം. 0 എത്ര 1 ഉണ്ട്? 5 1 ഉണ്ട്, റൈറ്റ്? 0 1 1 1 1 1 0. ഇനി 2's കോംപ്ലിമെൻ്റ് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1 കൂടെ ആഡ് ചെയ്യുക നമ്മൾ. സോ 1 ആഡ് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 0 1 1 1. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? 2's കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സൈന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏറ്റവും ഇതിനെയാണ് നമ്മൾ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ ലോവസ്റ്റ് ബേസ്, അതായത് ഇത് 2 to the power 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ആണ് 2 to the power 0 ആൻഡ് ഇത് 2 to the power സംതിങ് വിൽ കം. ഐ മീൻ എത്രാമത്തെ ഓർഡർ ആണോ അത് വരും. സോ ഇത് 0 ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അത് 1 ആണെന്നുണ്ടെങ്കിൽ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ആൻസർ വിൽ ബി എ പോസിറ്റീവ്. സോ ഒന്നെങ്കിൽ +63 അല്ലെങ്കിൽ +62. സോ ഇതാണ് ആൻസർ വരിക. നമുക്ക് അതിൻ്റെ ആൻസർ കാണണം. സോ 0 1 1 1 ഇതാണ്. ഇതിനെ നമുക്ക് ഈ ബൈനറിയിൽ നമ്മൾ സാധാരണ കേസിലേക്ക് മാറ്റണം. സോ ഈ പൊസിഷൻ എന്ന് പറയുന്നത് 2 raised to 0 ആണ്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 raised to 1, റൈറ്റ്? ഈ പൊസിഷനോ 2 raised to 2. So ഈ പൊസിഷൻ 2 raised to 3, right? Okay, then 2 raised to 4 and then 2 raised to 5 and then 2 raised to 6 ൽ എന്താണ്? 0. So 2 raised to 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. So you don't need to be worried about. ഇവിടെ 1 into 2 raised to 5 എന്ന് പറഞ്ഞാൽ 2 raised to 5 എത്ര? 32. Then 2 raised to 4. 2 raised to 4 എത്ര? 16. 2 raised to 3 എത്ര? 8. 2 raised to 2 square എത്ര? 4, right? 2 raised to 1 2 and plus 1. So ഇതിൽ നിന്ന് നമുക്ക് 1 2 plus 3 7 8 15 31 plus 32 is 63. So plus 63 will be the right answer. Option A will be the right answer. ഇങ്ങനെയാണ് നമ്മൾ കാണാം.
സോ ബൈനറി നമ്പറിൻ്റെ ഫസ്റ്റ് കോംപ്ലിമെൻറ്റും സെക്കൻഡ് കോംപ്ലിമെൻറ്റും കാണാൻ വളരെ ഈസിയാണ്. നമ്മളതിനെ നേരെ സബ്സ്ട്രാക്ട് ചെയ്യുക. ഒന്ന് 0 ഉള്ളത് 1 നേരെ ആക്കുക, അത് ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് കിട്ടും. പ്ലസ് 1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കോംപ്ലിമെൻറ്റ് കിട്ടും. അതിൽ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ നോക്കുക. അത് 0 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അത് 1 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. സോ ഐ ഹോപ്പ് യു ഹവ് ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, two particles are moving towards each other with velocity c/2. Their velocity approach will be. So രണ്ട് പാർട്ടിക്കിൾ ഇങ്ങനെ ഈ രണ്ട് വെലോസിറ്റിയിൽ c/2 എന്ന് പറയുന്ന അപ്രോച്ചിൽ വരികയാണെന്ന് വിചാരിക്കുക. സോ രണ്ട് വെലോസിറ്റി അഡിഷൻ ഫോർമുല നമുക്കറിയാം. ഇഫ് ദേ ആർ റിലേറ്റിവിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് v1 മൈനസ് v2 ബൈ 1 മൈനസ് v1 v2 ബൈ c². സോ ഇതാണ് വെലോസിറ്റി അഡിഷൻ ഫോർമുല. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ മൈനസ് ഉള്ളത് എന്തായി വരും, പ്ലസ് ആയി വരും. ഒന്ന് നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് സോ c/2 പ്ലസ് c/2 ബൈ 1 plus c/2 into c/2 by c² will be the right answer, right? So c/2 plus c/2 എന്താ വരിക, c/4, right? Sorry, c എന്ന് വരും. അടിയിൽ എന്താ വരിക, ഇവിടെ നമ്മൾ c² c² കട്ട് ചെയ്ത് പോകും. 1/4 will come, right? So 1/4 എന്ന് പറയുമ്പോൾ 5/4. So 4c/5 will be the right answer. Okay, option C will be the right answer. I hope you have got it. So ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഈ അഡീഷൻ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. ഇതിൽ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഒന്ന് പ്ലസ് ഒന്ന് c/2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈ മൈനസ് ഉള്ളത് പ്ലസ് ആയി മാറും. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. If the momentum of an electron moving with velocity 0.9 c is increased by 1%, then increase in its energy is. സോ ഇതിൻ്റെ വെലോസിറ്റി നമ്മൾ നോക്കണം. വെലോസിറ്റി എന്ന് പറയുന്നത് 0.9 c ആണ്. സോ നമ്മൾ റിലേറ്റിവിസ്റ്റിക് എനർജിയാണ് എടുക്കുന്നത്. എന്താണ് റിലേറ്റിവിസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ? E² is equal to E² is equal to P² C² plus M² C raised to 4. സോ ഇതാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിതിൽ ഇയുടെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. സോ വാട്ട് വിൽ ഹാപ്പൻ, നമ്മളതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. എങ്ങനെ നമ്മൾ ചെയ്യുക, 2 delta E into E will come, right? Is equal to, നമ്മൾ ഇതിനെ റൈറ്റ് സൈഡിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പീനെ വിത്ത് റെസ്പെക്ട് ടു പി ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം മൊമെൻറ്റത്തിനാണല്ലോ നമുക്ക് അറിയുന്നത്. സോ അതാണ് 1% എന്ന് അറിയുന്നത്. സോ 2p delta p എന്ന് വരും ഇൻറ്റു c² പ്ലസ് m² c raised to 4 ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വരും. ഓക്കെ, സോ 2p delta p is equal to 2e delta e. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതിൽ delta p ബൈ പിന്നെയാണ് നമ്മൾ 1% എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ v ബൈ സിനെ 0.9 എന്ന് പറയാം. അതായത് v ബൈ സിനെ 0.9%, റൈറ്റ്? ഇനി നമുക്ക് ഇവിടെ ഡെൽറ്റ ഇ ബൈ ഇ ആണ് കാണേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈനെ എല്ലാ പോർഷനിലും നമ്മൾ E² കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ E² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഇ ബൈ ഇ എന്ന് കിട്ടും. ഓക്കെ, രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിയുള്ള ഇവിടെ എന്താണ്, E² ഇയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ ഇ ബൈ ഇ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ പി ബൈ പി ഇൻറ്റു E² ഇൻറ്റു c² എന്ന് കിട്ടും, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സോ ഇപ്പം നമുക്ക് ഇതിൽ ഇനി നമുക്ക് കിട്ടേണ്ടത് ഡെൽറ്റ പി ബൈ പി ആണ്. സോ നമ്മളിവിടെ ഡെൽറ്റ പീനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മളിവിടെ ഒരു പി കൊടുക്കുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മളിവിടെ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് നമ്മൾ പി ബൈ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ p² ഡെൽറ്റ പി ബൈ പി എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ഡെൽറ്റ പി ബൈ പിനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ ഡെൽറ്റ പി ബൈ പി എന്ന് പറയുന്നതിനെ നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും 1. സോ റൈറ്റ്, ഇതെന്ന് പറയുന്നത് ഡെൽറ്റ പി ഇങ്ങനെ എഴുതാൻ പറ്റും, p² c² ബൈ E², ഓക്കെ, ഇൻറ്റു ഡെൽറ്റ പി ബൈ പി. സോ ഇതിനാണ് നമ്മളൊരു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഡെൽറ്റ പി ബൈ പിൻ്റെ വാല്യൂ നമുക്കറിയാം 1%. ഓക്കെ, സോ നമ്മൾ ഇനി അതിന് 1% കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണോ ആൻസർ, p² ബൈ c² ബൈ E²ൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഇതിന് ആൻസർ വരിക. സോ നമ്മളിതിന് 1% എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ p² ബൈ c² എന്ന് കിട്ടും. ബൈ E² എന്ന് തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, നമ്മൾ p² c² m² c raised to 4 എന്ന് വരും. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, 1/1 പ്ലസ് m² c raised to 4 ബൈ p² c². ഇനി നമുക്ക് ഈ p² ബൈ c² എന്ന് പറയുന്നതിനെ ഇൻ ടേംസ് ഓഫ് v ബൈ സിയിൽ കിട്ടണം. എന്നാലേ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് റിലേറ്റിവിസ്റ്റിക്കിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കണം. ഒരു മിനിറ്റ്, പേന സെലക്ട്. ഓക്കെ, സോ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്, m0 v ബൈ റൂട്ട് ഓഫ്
1 minus v square by c square. ഇതാണ് റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് എന്തിനാവണം p square by c square കണ്ടുപിടിച്ചത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് v by c ന്റെ ഇക്വേഷൻ കിട്ടും. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കാം. സോ p സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരും m0 സ്ക്വയർ v സ്ക്വയർ ബൈ റൂട്ട് 1 മൈനസ് v സ്ക്വയർ ബൈ c സ്ക്വയർ. ഇനി നമ്മൾ c സ്ക്വയർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെ കിട്ടും. സോ p സ്ക്വയർ ബൈ c സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ ഇ ബൈ ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡെൽറ്റ ഇ ബൈ ഇ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ എം സ്ക്വയർ ബൈ സി റൈസ്ഡ് 4 ബൈ പി സ്ക്വയർ ബൈ സി സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 1 പ്ലസ് ഈ m0 v സ്ക്വയർ സി സ്ക്വയർ ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ. റൂട്ട് പോയിണ്ടാവും നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അല്ലേ. സോ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എം സ്ക്വയർ സി റൈസ്ഡ് 4 ഉണ്ട്. അതിന് താഴെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എം സ്ക്വയർ വി സ്ക്വയർ സി സ്ക്വയർ by 1 minus v square by c square. സോ ഇങ്ങനെ വരും അല്ലേ. സോ ഇതിൽ എം സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ സി സ്ക്വയറും സി റൈസ്ഡ് 4ഉം ക്യാൻസൽ ചെയ്ത് സി സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ് തിങ്? സോ ബാക്കി എന്താണ്ടാവും, ഞാൻ ഈ പോർഷനിൽ എഴുതാം, ഇവിടെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണലുണ്ടാവില്ല. സോ ഡെൽറ്റ ഇ ബൈ ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽറ്റ ഇ ബൈ ഇ എന്ന് പറയുന്നത് എന്ത് വരും? 1 ബൈ 1 പ്ലസ് സി സ്ക്വയർ ആണ് മുകളിലുള്ളത് അല്ലേ. സി സ്ക്വയറിൻ്റെ കൂടെ ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ സി സ്ക്വയർ ബൈ വി സ്ക്വയർ ഉണ്ട്. 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മുകളിൽ ചാടും. സോ ഇങ്ങനെ വരും. ഓക്കെ, ഞാൻ ഇതിനെ ഉള്ളിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ ടേമിൽ 1 ബൈ 1 പ്ലസ് സി സ്ക്വയർ ബൈ വി സ്ക്വയർ മൈനസ് 1 വരും. ഈ 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇത് അപ്പുറം കയറി കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ കിട്ടും. വി ബൈ സിൻ്റെ വാല്യൂ നമുക്കറിയാം 0.9. സോ നമ്മളതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.9 വി ബൈ സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. സോ 0.9 into 0.9 which is 0.81. So 0.81% will be the right answer. Option C will be the right answer. നല്ല ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം വെക്കുന്നത് നല്ലതാണ്. നമ്മളെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മളെ സമയം പോകും. സോ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലെങ്തി ആയ പ്രോബ്ലം ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം നഷ്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആൻസറും കിട്ടത്തില്ല. സോ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ അപ്പുറത്ത് ബാക്കിയാവും. സോ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. സോ ഇവിടെ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. ഡെൽറ്റ പി ബൈ പി എന്ന് പറയുന്നത് 1% ആണ് തന്നു. വി ബൈ സി എന്ന് പറയുന്ന പെർസെൻറ്റേജ് നമുക്ക് തന്നു. സോ നമ്മൾ ഇനി ആദ്യം ഈ ഇക്വേഷൻ എഴുതുക. ഇതിൻ്റെ ഏതൊരാളുടെയും എറർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ നമ്മൾ എടുക്കാൻ കാരണം ഇതിൻ്റെ വെലോസിറ്റി 0.9 c ആയതുകൊണ്ടാണ്. നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഇക്വേഷൻ ലൈക്ക് ദിസ്. നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എൻഡപ്പ് ചെയ്യും. സോ ഇവിടെ പിന്നെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻ ടേംസ് ഓഫ് വി ബൈ സി വേണം ഒബ്വിയസ്ലി. സോ നമുക്ക് ഈ പീനെ മാത്രമേ നമുക്ക് വി ബൈ സി ആയിട്ട് പിന്നെ കാണാം. എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സി റൈസ്ഡ് 4 ഒബ്വിയസ്ലി കോൺസ്റ്റന്റ് ആണ്. സോ ഈ പി എന്ന് പറയുന്ന ആളെ മാത്രമേ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. സോ പിന്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ആളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് എൻഡ് അപ്പ് വിത്ത് വി ബൈ സി ഹോൾ സ്ക്വയർ. വി ബൈ സി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.9, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0.81. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. I will move to the next question. The phase shift between input and output voltages of a CE amplifier, it is 180. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു CE ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 1%. സോ ഇതിൽ CE ആംപ്ലിഫയറിന് മാത്രമാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത്. CC ആണെങ്കിലും CB കോമൺ ബേസ് ആണെങ്കിലും കോമൺ കളക്ടർ ആണെന്നുണ്ടെങ്കിലും 0% ആണ്. സോ CC ആൻഡ് CB എന്ന് പറയുന്നതിന് 0% ആണ് ഇൻപുട്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ഇതാണ് നമ്മൾ ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, അതേപോലത്തെ സിഗ്നലായിരിക്കും. ആംപ്ലിഫൈഡ് CC ക്കാണെങ്കിൽ CB ക്കാണെങ്കിൽ ബഫർ ആംപ്ലിഫൈഡ് ആണ്. ഐ മീൻ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിനോ കറണ്ട് ഗെയിനോ ഇല്ല. ഐ മീൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The purpose of a capacitor in a transistor amplifier is to, നമ്മൾ 3 പൊസിഷനിലാണ് യഥാർത്ഥത്തിൽ ഒരു ട്രാൻസിസ്റ്ററിൽ നമ്മൾ കപ്പാസിറ്റർ കൊടുക്കുക അല്ലേ. സോ ഇതിൽ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കപ്പാസിറ്റർ കൊടുക്കുന്നത് AC കറണ്ട് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മളെ ഫിഗറിൽ നമുക്ക് ഓർത്താൽ മനസ്സിലായി. ഫിഗർ വെരി റഫ്ലി ദിസ് ഇസ് വാട്ട് ദ ട്രാൻസിസ്റ്റർ റൈറ്റ്. ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാറുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ കൊടുക്കാറുണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. ഇവിടെയും നമ്മളൊരു കപ്പാസിറ്റർ കൊടുക്കാറുണ്ട് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ്. സോ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു കപ്പാസിറ്റർ, ഈ 3 കപ്പാസിറ്ററാണ് നമ്മൾ കൊടുക്കാറുള്ളത്. സോ ഈ 2 കപ്പാസിറ്റർ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ് വിളിക്കാറുള്ളത്. ഇവിടെ നമ്മൾ എന്തിനാണ് കപ്പാസിറ്റർ കൊടുക്കുന്നത്? AC സിഗ്നലിന്
ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ സി സിഗ്നൽ ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഡി സി മാത്രമേ ഈ റെസിസ്റ്റൻസിലൂടെ പോകുള്ളൂ. സോ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ സിഗ്നിഫിക്കൻ്റ് അറിയണം. ഇതിൽ ഏതെല്ലാം കപ്പാസിറ്ററാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് തീരുമാനിക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. If the binding energy per nucleon 7/3 for the lithium and helium nuclei are 5.6 mega electrovolt and 7.06 megavolt respectively, then in the reaction P plus 7/3 Li is equal to helium plus helium, energy of the proton must be. So നമ്മൾ ഇതിൻ്റെ പിയുടെ എനർജിയാണ് കാണുന്നത്. സോ ഇവിടെയുള്ള ടോട്ടൽ എനർജി മൈനസ് ഈ എനർജി മൈനസ് ഈ ലിഥിയത്തിൻ്റെ എനർജി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പ്രോട്ടോണിൻ്റെ എനർജി കിട്ടും. സോ നമ്മൾ എങ്ങനെയാണ് ഹീലിയത്തിൻ്റെ എനർജി കാണുക? ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയായി തന്നിട്ടുണ്ട്. സോ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോം, അതായത് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ വിളിക്കുന്നവരാണ് ന്യൂക്ലിയോൺ, റൈറ്റ്? സോ അതായത് ന്യൂക്ലിയസിലുള്ളത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണല്ലോ. സോ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് P+N. സോ P+N-നെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് വിളിക്കാറുള്ളത്. സോ ഇതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഹീലിയത്തിൻ്റെ ടോട്ടൽ എനർജി, ബൈൻഡിങ് എനർജി നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കാണുക, ഇതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 7.06. സോ നമ്മൾ 7.06 ഇൻറ്റു 4 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും, റൈറ്റ്? അതേപോലെ തന്നെ ലിഥിയത്തിനെ നമ്മളെങ്ങനെ കാണുക? ലിഥിയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ 7.3 അതിൻ്റെ 7 ഇൻറ്റു ഇതിന് എത്ര തന്നിട്ടുള്ളത്? 5.60 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 7 ഇൻറ്റു 5.6 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അറൗണ്ട് 39 സംതിങ്, റൈറ്റ്? 39.2 സംതിങ് വിൽ കം. 7 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അറൗണ്ട് 28 സംതിങ്, റൈറ്റ്? 28.24 സംതിങ് വിൽ കം. ഓക്കെ, ഇലക്ട്രോവോൾട്ട്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മളത് കൊടുക്കേണ്ടത്. സോ ഇതിൻ്റെ എനർജി ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത്, എനർജി ഓഫ് പ്രോട്ടോൺ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 2 ഹീലിയമാണ്. സോ 2 ഇൻറ്റു നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 28 എത്രയാണോ ഇലക്ട്രോവോൾട്ട് മൈനസ് ഇതിൻ്റെ റിയാക്ടൻ്റ് ലിഥിയത്തിൻ്റെ കുറക്കണം. സോ 39.2 മെഗാ ഇലക്ട്രോവോൾട്ട്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അറൗണ്ട് 7.28 വോൾട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമ്മളിത് സാധാരണ ചോദിക്കുന്നതാണ്. നമ്മൾ ആദ്യം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ടോട്ടൽ ബൈൻഡിങ് എനർജി കാണാം. എന്നിട്ട് പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്റ്റൻസ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ എനർജി കിട്ടും, ആ റിയാക്ഷൻ എനർജി കിട്ടും. നമുക്ക് കാണാനുള്ള ആൾക്കാരുടെ കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ പ്രോട്ടോണിൻ്റെ എനർജി പെർ ന്യൂക്ലിയസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ നമുക്കിപ്പോൾ വേറൊരു എക്സാ കമ്പോണൻറ്റ് ഇപ്പോൾ A+, B = C+D തന്നിട്ടാണെങ്കിൽ ഇതിലിപ്പോൾ ബിയുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോഡ് തന്നിട്ടുണ്ടാവും, സിയുടെ തന്നിട്ടുണ്ടാവും, ഡിയുടെ തന്നിട്ടുണ്ടാവും. സോ നമ്മൾ എയുടെ എങ്ങനെ കാണും? ഇതിൻ്റെ C+Dയുടെ ബൈൻഡിങ് എനർജി, രണ്ടിൻ്റെയും ബൈൻഡിങ് എനർജി ആഡ് ചെയ്യുക, എന്നിട്ട് ബിയുടെ ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. സോ എയുടെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. പല രീതിയിൽ ഈ ചോദ്യം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, look at the next problem. According to Einstein's photoelectric equation, the plot of kinetic energy of emitted photoelectrons from metal vs the frequency of the incident radiation gives a straight line whose slope. So നമുക്ക് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് അറിയാം. ഒരു മെറ്റലിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ പുറത്തേക്ക് എജക്റ്റ് ചെയ്യുന്ന ആളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആളുടെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോട്ടോഇലക്ട്രിക്കിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഗ്രാഫ് നമ്മളെങ്ങനെ വരയ്ക്കുക? ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ഇത് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. കൈനറ്റിക് എനർജിയാണ് വൈയിൽ കൊടുക്കുന്നത്. y = mx + c. സോ ഇതിൽ m എന്ന് പറയുന്നതാണ് ആര്? സ്ലോപ്പ്. ഞാനൊരു ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൈനറ്റിക് എനർജിയും ഇവിടെ ഫ്രീക്വൻസിയും കൊടുക്കുകയാണെങ്കിൽ എക്സിൽ ഇരിക്കുന്നത് ഫ്രീക്വൻസിയാണ്, വൈയിൽ ഇരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. നമ്മൾ ഗ്രാഫ് എന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഗ്രാഫ് വരിക? ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ, റൈറ്റ്? ആൻഡ് ദെൻ വൈ, ഈ സീനെയാണ് നമ്മൾ y ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് -5 ആണ്. സോ നെഗറ്റീവിലായിരിക്കും ആള്. ഓക്കെ, സോ ഈ ആംഗിളാണ് നമ്മൾ സ്ലോപ്പ് എന്ന് വിളിക്കാറുള്ളത്, tan θ, റൈറ്റ്? സ്ലോപ്പ് എന്താണ്? എമ്മിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് എച്ച് എന്ന് പറഞ്ഞാൽ അതിനാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറില്ല. നമ്മൾ ഏത് മെറ്റൽ എടുത്തു കഴിഞ്ഞാലും ഇതിന് സെയിം സ്ലോപ്പ് ആയിരിക്കും കേട്ടോ. സോ ഇതിൻ്റെ സ്ലോപ്പ് ഒരിക്കലും മാറില്ല. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റൽ യൂസ്ഡ്, നോ. Depends on the intensity of the radiation, no. Depends on the both intensity and radiation of metal used, no. And it is the same for all metals, and so option D will be the right answer, independent of the intensity of radiation. The intensity depend ചെയ്യുന്നില്ല.
എല്ലാ മെറ്റലിനും അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇവിടെ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എം എന്ന് പറയുന്ന ആരാണ്? എച്ച് ആണ്. എച്ചിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഈസ് എ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10 to the power minus 34 ജൂൾ സെക്കൻഡ്, റൈറ്റ്? സോ അതാണ് അതിൻ്റെ സ്ലോപ്പ് വരിക. പക്ഷേ ഓരോ മെറ്റൽ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, വൈ ഇൻ്റർസെപ്റ്റ് അതിനനുസരിച്ച് മാറും. സോ നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ സ്ലോപ്പിൽ ഒരു മാറ്റമില്ല. ഈ എച്ചിൻ്റെ വാല്യൂ നമുക്ക് ബേസിക്കലി ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഐ ഹോപ്പ് യു ഹവ് ഗോട്ട് ഇറ്റ്. സോ ഇതാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ 3 ഗ്രാഫുകളിൽ ഒന്നാണിത്. സോ ബാക്കി ഗ്രാഫുകളായിരിക്കും ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ചോദിക്കാൻ സാധ്യത. സോ ആ ഭാഗം കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫുകളൊക്കെ ഓർത്തിരിക്കുക. Look at the next problem. For a transistor amplifier in a common emitter configuration having loud impedance of 1 kilo ohm and HFE and HOE is given, the current gain. So current gain equation is direct problem ആണ്. So the current gain equation എന്ന് പറയുന്നത് which is HFE minus HFE by 1 plus HOE into RL ആണ്. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണിത്. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 2 പോർട്ട് ടെർമിനൽസ് കൊടുത്തിട്ട് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെയും ഇൻപുട്ട് കറണ്ടിനെയും നമ്മൾ ഇൻ ടേംസ് ഓഫ് അത് ഇൻപുട്ട് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ടേംസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈക്വേഷൻ കിട്ടും. നമ്മളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ ക്ലാസ്സുകളിൽ, അത് ഡിറൈവ് ചെയ്തിട്ടുണ്ടാവണം. എനിവേ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. സോ HFE തന്നിട്ടുണ്ട് വിച്ച് ഈസ് -50 and HOE is 1 plus 25 into 10 to the power -6, right? -6 into 10 to the power 3. RL എന്ന് പറയുന്നത് കിലോ ഓം ആണ്, 10 to the power 3. So it will be like -50 plus 1 plus 25 into 10 to the power -3 will come, right? So what will happen? The 15 കുറച്ച് കുറയും അല്ലേ? So option 4 will be the right answer. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 48.78. So option D will be the right answer. Okay, ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Curie temperature is the temperature above which ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായി ആക്ട് ചെയ്യും? ഒരു പാരാമാഗ്നറ്റിക് ആയിട്ട് becomes a option A will be the right answer. A ferromagnetic material ഒരു സോ നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റബിലിറ്റിയുടെയും ടെമ്പറേച്ചറിൻ്റെയും ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ്. സോ നമ്മൾ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ക്യൂറിയസ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നതാണ്. സോ നമുക്ക് ഇവിടുന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ക്യൂറി ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ഒരു ഇത് ഫെറോമാഗ്നറ്റിക്കിൻ്റെ ഗ്രാഫാണ്, ഇത് പാരയുടെ ഗ്രാഫാണ്. സോ ഒരു ക്യൂറിയസ് ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു പാരാമാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If psi is equal to root 2L cos pi XL e to the power minus I et by h cut, then expectation value of x, okay, in the limit minus L by 2 to x L by 2 is. സോ തന്നിരിക്കുന്നത് ഒരു പൊട്ടൻഷ്യൽ ഒരു വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ വെല്ലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് -L/2 മുതൽ L/2 ആണ് നമ്മൾ കാണേണ്ടത്. സോ ഇതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് -∞ ടു പോയിൻ്റാണ് നമ്മൾ എടുക്കുക. പക്ഷേ ഇവിടെ -L/2 to L/2 മാത്രമേ ഉള്ളൂ. സോ -L/2 to L/2, ഓക്കെ, psi star x into psi dx by -∞ to ∞ psi star psi dx. ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ ഇതൊരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ psi star psi കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1. സോ ഓഫ് എക്സ് എന്ന് പറയുന്നത് √2L. നമ്മളിത് ഈ എയുടെ വാല്യൂവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. നമ്മൾ BSc ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ നോർമലൈസ്ഡ് കണ്ടീഷനിൽ അധികം നമുക്ക് ഒരു പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിൽ എൽ ലെങ്ത്തുള്ള ഒരാളുടെ കേസിൽ നമുക്ക് ഇങ്ങനത്തെ നോർമലൈസിങ് കോൺസ്റ്റന്റ് ആണ് കിട്ടാറുള്ളത്. സോ ഇറ്റ് ഈസ് എ നോർമലൈസ്ഡ് ഫംഗ്ഷൻ. psi star psi നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടും. So you don't need to worry about the denominator part. You only look at the numerator part. -L/2 മുതൽ L/2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആൻഡ് psi star എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓക്കെ. ഇനി സൈനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ psi star എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺജുഗേറ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് e to the power plus I et by h cut എന്ന് വരും. ഓക്കെ, ഒബ്വിയസ്ലി നമ്മളതിനെ സോ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്ലസ് I ഇപ്പോൾ √2/L ഞാൻ എടുക്കുകയാണ്. √2/L e raised to I et by h cut into cos pi x by L.
സോ ഇതാണ് psi സ്റ്റാർ ഇൻറ്റു എക്സ്. ഇനി psi എന്ന് പറയുന്നത് ആരെ വരിക, മൈനസ് എൽ ബൈ ടു റൂട്ട് 2/L. ഓക്കെ, e raised to minus I ut by h cut into cos pi x by L, റൈറ്റ്, dx. സോ ഇതാണ് വരിക. ഇവിടെ നമുക്ക് റൂട്ട് 2/L പുറത്തെടുക്കാം. സോ റൂട്ട് 2/L ഇൻറ്റു റൂട്ട് 2/L ഇറ്റ്സ് 2/L. സോ മോഡുലസ് ഓഫ് എക്സ് നമ്മൾ കാണുമ്പോൾ ഞാൻ ഇവിടെ എഴുതാം 2/L എന്ന് വരും, മൈനസ് എൽ ബൈ ടു ടു എൽ ബൈ ടു. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, മൈനസ് ഐ ആൻഡ് പ്ലസ് ഐ ബിക്കം 0. സോ കോസ് ഇൻറ്റു കോസ് ഇറ്റ് ബിക്കംസ് കോസ് സ്ക്വയർ pi x by L into x dx. ഓക്കെ, ഇനി നമുക്ക് ഈ ഫംഗ്ഷനുകളൊന്ന് അനലൈസ് ചെയ്യാം. സോ നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഫംഗ്ഷനിൽ കോസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷനാണ്, റൈറ്റ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ ഒരു ഈവൻ ഫംഗ്ഷനും ഒരു ഓഡ് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. സോ മൈനസ് എൽ ബൈ ടു ടു എൽ ബൈ ടു ഒരു ഓഡ് ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ആൻസർ, 0. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ 0നെ സംബന്ധിച്ചിടത്തോളം സിമെട്രിക് ആണെന്നുള്ളതാണ്. സോ രണ്ട് ഭാഗത്ത് ഇത് നമ്മൾ മൈനസ് എൽ ബൈ ടു ടു 0യും പ്ലസ് 0 ടു എൽ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ അവർ പരസ്പരം ക്യാൻസൽ ചെയ്തതിൻ്റെ ആൻസർ 0 ആയി പോകും. ഇത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കാണാൻ 0 ടു എൽ ബൈ 2നെ 2 ടൈംസ് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ കോസ് സ്ക്വയർ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഒരു ഓഡ് ഫംഗ്ഷനും ഒരു ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ the resultant will be an odd function. So if you take an integral over minus L by 2 to L by 2, അതായത് നമ്മൾ 0ക്ക് സിമെട്രിക് ആയിട്ട് നമ്മളൊരു ഓഡ് ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the answer will be 0. So option B will be the right answer. Okay, so അതിൻ്റെ സെൻട്രൽ പൊസിഷന് ഈ 0 എന്ന് പറയുന്ന പൊസിഷന് സിമെട്രിക് ആയിരിക്കും ഈ വേവ് ഫംഗ്ഷൻ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എങ്ങനെയാവാം. സോ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒറ്റ പോയിന്റിന് സിമെട്രിക് ആയിരിക്കും. അതുകൊണ്ടാണ് ആ പോയിന്റിൽ എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആയി വരുന്നത്. Okay, I hope you got it. We'll look at the next problem. Okay, this is the last problem in this section. Which of the following phenomenon can be explained by quantum mechanical tunneling through a barrier? So first of all, you should understand what is quantum mechanical tunneling through a barrier. So quantum mechanical tunneling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അപ്പോൾ നമ്മളെ കയ്യിലൊരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹൈറ്റ് എന്ന് എനർജി എന്ന് പറയുന്നത് ഇത്ര ഹൈറ്റ് എനർജി ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി നമ്മളൊരു വേവ് ഇവിടെ നിന്ന് വരുന്നു, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് V0 ആണെന്ന് വിചാരിക്കുക, ഇതിന് എനർജി E ആണെന്ന് വിചാരിക്കുക. വരുന്ന എനർജി ഇഫ് ഈവൻ ഇത് V0യേക്കാൾ കുറഞ്ഞിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ V0യേക്കാൾ താഴ്ന്ന വാല്യൂ ആയിട്ട് പോലും ഈ എനർജിക്ക് ഇതിലൂടെ പെനട്രേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ നമ്മുടെ പൊട്ടൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ആറ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡീക്ക് ചെയ്ത് പോകുന്നത്. സോ ഇതിൻ്റെ ഈ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 25 മില്ലി ഇലക്ട്രോവോൾട്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഒരു ആൽഫ ഡീക്കയിലൂടെ പുറത്തു വരുന്ന ആളുടെ എനർജി എന്ന് പറയുന്നത് അറൗണ്ട് 9 to 8 മെഗാ ഇലക്ട്രോവോൾട്ട് ആണ്. സോ 9 to മെഗാ ഇലക്ട്രിക് വോൾട്ട് ആയിട്ടും ഒരു ആൽഫ പാർട്ടിക്കിളിന് പുറത്തേക്ക് ചാടാൻ പറ്റുന്നുണ്ട്. സോ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഈവൻ അതായത് ഒരു ആറ്റം കൊളൈഡ് ചെയ്ത് ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നു. ബട്ട് ഒരു ആറ്റം ഉണ്ടാക്കുന്ന ഒരു പൊട്ടൻഷ്യൽ വെല്ലുണ്ട്. ആറ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പൊട്ടൻഷ്യൽ വെല്ലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഒരു പ്രത്യേകതരം ഫംഗ്ഷനാണ് നമ്മളതിനെ വിളിക്കാറുള്ളത്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ സോൾവ് ചെയ്യാനാണ്, ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ നമ്മൾ സോൾവ് ചെയ്യാൻ വിചാരിച്ചത്. സോ ഈ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് ആൽഫ പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഈ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് ഏകദേശം 25 മെഗാ ഇലക്ട്രോവോൾട്ട് ഉണ്ട്. അതിനേക്കാൾ എത്രയോ താഴെയാണ് 9 or 8, അതിനേക്കാൾ താഴെയായിരിക്കും ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത്. സോ ഈ എനർജിയുള്ള ഒരു ആൽഫ പാർട്ടിക്കിൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഇത് ക്യാൻ ബി ഓൺലി എക്സ്പ്ലെയിൻഡ് ബൈ എ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. സോ ആൽഫ ഡി കെ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ഡി കെയുടെ മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ എങ്ങനെയാണ് ഈ വെല്ല് വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ ഈ വാല്യൂ എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബേസിക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡെപ്തിലൊന്നും ചോദിക്കില്ല. ഇതേപോലെ ഫണ്ടമെൻ്റൽ ആയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി CUET-യുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്വൈസിൻ്റെ UG+ ലാപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സെഷനുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആപ്പിൽ ഒരുവിധ എല്ലാ കോഴ്സുകളും കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ മാത്സിനും ഫിസിക്സിനും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ ഇതിൻ്റെ തന്നെ ജനറൽ ഭാഗം പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്ന 2 ഭാഗം ഉണ്ടാകും ഇതിൻ്റെ CUET-യുടെ എക്സാമിന്. സോ അതിൽ പാർട്ട് എയും
ഡിസ്കസ് ചെയ്യുന്ന കോഴ്സുകളും CUT-യിലെ സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദീസ് നമ്പേഴ്സ്. ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ആൾ ഫോർ ദിസ് സെഷൻ ഗൈസ്. താങ്ക് യു.